പേരതിനകത്തുണ്ട്, അവരുടെ വയസ്സുണ്ട്, അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പേരുണ്ട്, വോട്ടർ പട്ടികയിലും അവരുടെ അച്ഛൻ്റെ പേരുണ്ട്. അത് വെച്ചുകൊണ്ട് അവിടെ ചെന്ന് പ്രൊസീഡിംഗ് ഓഫീസർ പരിശോധിച്ച് രണ്ട് ശരിയാണോ എന്ന് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വോട്ട് ചെയ്യാൻ അനുവദിച്ചു. അപ്പോൾ ഇത്രയും കാലം ഇവരെവിടെ പോയിരുന്നു? ഈ BJP ഇവിടുത്തെ UDF എവിടെ പോയിരുന്നു? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വോട്ടർ പട്ടിക ആദ്യം വോട്ട് ചേർക്കാനുള്ള അവസരം കൊടുത്തു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഓൺലൈനായിട്ട് ചേർക്കാനുള്ള അവസരം കൊടുത്തു. അവരെ ഹിയറിങ്ങിന് വിളിച്ചു. ഹിയറിങ്ങിന് വിളിച്ചവരെല്ലാം ഹാജരായവരെല്ലാം വോട്ടർ പട്ടികയിൽപ്പെടുത്തി. ആ വോട്ടർ പട്ടികയിൽ അവർ ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടാണ് വോട്ടർ പട്ടികയിൽ ചേർത്തതിന് ശേഷം ആ വോട്ടർ പട്ടിക കരട് പ്രസിദ്ധീകരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അവർ ഒറിജിനൽ പട്ടിക ഇറക്കി. വീണ്ടും അവർ വോട്ട് ചേർക്കാനുള്ള അവസരം കൊടുത്തു. വീണ്ടും കരട് പ്രസിദ്ധീകരിച്ചു. ആ കരട് രണ്ടാമത് പ്രസിദ്ധീകരിച്ചപ്പോൾ ആദ്യം പ്രസിദ്ധീകരിച്ചതും കൂടെ ചേർത്താണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോഴും ആക്ഷേപം ഉന്നയിക്കാം. 4 പ്രാവശ്യം ഇവിടെ കരട് പ്രസിദ്ധീകരിച്ചു. 4 പ്രാവശ്യവും കരട് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് അവസാനം ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ആരോപണം വരുന്ന വഞ്ചൂർ വാർഡിൽ കുറേ കാലം കൊണ്ട് ആരോപണം തന്നെ. അവർക്ക് എല്ലായിടത്തും UP പോലെ അല്ലെങ്കിൽ ബീഹാർ പോലെയുള്ള ഒരു സ്ഥലമാക്കി ഇതിനെ മാറ്റുക എന്നുള്ളൊരു രക്തം നമ്മൾ എത്ര രക്തം ഒഴുകിയാലും അതിനനുവദിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ മനുഷ്യനായി കാണിക്കുന്ന വോട്ടർ പട്ടിക 0 എന്ന് ട്രാൻസ്ലേഷൻ നേരെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്ന ഈ വോട്ടർ പട്ടിക വോട്ടർ പട്ടിക പരിശോധിക്കാമല്ലോ. അത് അവർ പറയുന്നതല്ല. ഇത് രഹസ്യമായി വെച്ചിരിക്കുന്ന സാധനമല്ലേ. വോട്ടർ പട്ടിക ഇവിടെ ഉണ്ട്. നിങ്ങളെ ഇപ്പോൾ ഒരു ഇതടിച്ച് ബട്ടൺ അമർത്തിയാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതടിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും തിരുവനന്തപുരം ജില്ലയുടെയും കേരളത്തിൻ്റെ ആകെ വോട്ടർ പട്ടിക വരെയല്ലേ. അതെടുത്ത് വെച്ച് വഞ്ചൂർ വാർഡ് അടിച്ച് നോക്കി അറിയാൻ പറ്റുമല്ലോ വോട്ടർ പട്ടിക ആരാണെന്ന്. ഉണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന് ആദ്യമായി കുടുംബശ്രീ യൂണിറ്റ് തുടങ്ങിയത് വഞ്ചൂർ വാർഡിലാണ്. അവർ അനാഥരായി നടന്നവരാണ്. അവരെല്ലാം മനുഷ്യരായി അംഗീകരിച്ച് നമ്മളാണ്. അവരിവിടെ കാണും, ഇവിടെ കാണും. അവർ കാണിക്കുന്ന അവർക്ക് കാണിക്കാമല്ലോ. ഇത് കാണിക്കുന്ന ലിസ്റ്റ് ഞങ്ങളേലുള്ളതുപോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉണ്ട്, പ്രൊസീഡിംഗ് ഓഫീസറുടെ കയ്യിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന മറ്റേ ഇന്നേജന്റുമാരുടെ കൈകളിലെല്ലാം ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കൈകളിലും ഈ വോട്ടർ പട്ടിക ഉണ്ട്. പിന്നെ ആ വോട്ടർ പട്ടികയിൽ എന്താണ് വ്യാജം എന്ന് പറയാൻ? അപ്പോൾ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ പരാതി കൊടുത്തിരിക്കുകയാണ്. ആദ്യം അവരെ കൂവി, പിന്നെ അവിടെ വെച്ച് അവരെ എന്തോന്നോ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് കൂവിയതിന് ശേഷമാണ് അവർ പരാതി തയ്യാറായിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അവർ പറഞ്ഞത് അത് 2 സ്ത്രീകളാണ്. ആ സ്ത്രീകളെയൊക്കെ എനിക്ക് നന്നായി, നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടെ, എനിക്ക് നന്നായി അവരെ A to Z കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായാലും അവരെക്കാളും യോഗ്യതയുള്ള ആളുകളാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ്. വളരെ മര്യാദക്കാരായിട്ടുള്ളവരാണ് അവർ. ഇതും സമൂഹത്തിലെ ഒറ്റപ്പെടലുകളെല്ലാം മനസ്സിലൊതുക്കി അവർ മനുഷ്യരായി അംഗീകരിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ കൂടെ വന്ന് ചേർന്നപ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. ഇതിനപ്പുറം എൻ്റെ ജയവും തോൽവിയല്ല. ഇവിടുത്തെ പ്രശ്നം അങ്ങനെയുള്ള മനുഷ്യരെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. അവരെ നേരിടും. ആ മനുഷ്യർ അവരുടെ ആവശ്യം അതാണ്. അവരുടെ ആവശ്യം റീപോളിംഗ് നടക്കുക, കുളം കലക്കാതെ പരിന്തിന് കൊടുക്കുക, അവർക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടൂല എന്നുള്ള സമീപനമാണ് BJPയുടെ ഒരു നേതാവ് പറയുന്ന കേട്ടല്ലോ നിങ്ങൾ. ഗോപാലൻ, അദ്ദേഹത്തിന്റെ പേരിന് മുമ്പേ വേറെ ഒന്നുണ്ടോ, ക്യാമറൊന്നും കൂടെ ഉണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടതല്ലേ, ഞങ്ങൾ വേണ്ടി വന്നാൽ. വഞ്ചൂർ ബാബുവിന്റെ ശങ്കരൻകുട്ടി നായരുടെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥാനാർത്ഥിയാണ്, LDFന്റെ സ്ഥാനാർത്ഥിയാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ളവർ വോട്ട് ചെയ്യാൻ എത്തിയാൽ എന്താണ് കുഴപ്പമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ കുഴപ്പമൊന്നുമില്ല.